മുറിച്ചതാണ് ഹൈദർ ഉസ്താദിന്റെ കൂടെ അല്ല എനിക്ക് ഓർമ്മ ഉസ്താദിന് എല്ലാ വിഷയവും ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഞാൻ ഉസ്താദിനെ വിളിക്കലും സംസാരിക്കലും സംശയം തീർക്കലെല്ലാം ഉസ്താദിനെ കൊണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ വിഭാഗത്തടക്കം മറുപടി കിട്ടും. നമുക്ക് നല്ല അള്ളാഹു വർദ്ധിപ്പിച്ചു ചേർത്തു എന്നും ദീർഘകാലം ദർശനത്താനുള്ള തൗഫീഖ് ഉസ്താദിന് അള്ളാഹു ഒരു പ്രധാനപ്പെട്ട ആളായിട്ടാണ് നമ്മുടെ ഉസ്താദ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും വലിയ നേതാവായ മഹാനായ ശൈഖുനാ മുമ്പർക്കൊന്നും പ്രത്യേകം വേണമെങ്കിൽ നമ്മളെ പൂർണ്ണമാവില്ല, നമ്മുടെ മജ്‌ലിസ് പൂർണ്ണമാവില്ല എന്റെ നിങ്ങളുടെ വിശ്വാസം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സോടെ നീ അനുഗ്രഹിക്കണം. ആഫിയത്തുള്ള ദീർഘായുസ്സോടെ നീ അനുഗ്രഹിക്കണം. അതുപോലെയുള്ള നമ്മുടെ മഹാന്മാരായ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ എല്ലാ ഉസ്താദുമാരും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണം അല്ലാഹു. ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണം അല്ലാഹു. അപ്പോ ഇൽമിന്റെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ അടുത്ത് വലിയ ബഹുമാനമുള്ള കൂട്ടരാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഇൽമിന്റെ അഹ്ലുകാർ അവർ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ബഹുമാനമുള്ള കൂട്ടരാണ്. ആദ്യം കൊണ്ടുവന്നത് കിതാബുകളുടെ ഇൽമാണ്. ഒന്നാം ജീവിതം വർഷാൽ ആദ്യമായി കാണുന്ന കിതാബുകളുടെ ഇൽമാണ്. ആ കിതാബുകളുടെ ഇൽമിന്റെ ബഹുമാനം വിവരിക്കുന്ന കുറെ ആയത്തുകളും ഇൽമിന്റെ ബഹുമാനം വിവരിക്കുന്ന കുറെ ഹദീസുകളും കൊണ്ടുവന്നു. ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ആലിമുറാനിൽ നമ്മൾ കാണുന്ന ആയത്താണ്. അതാണ് നാട്ടുകയെല്ലാം ഞാൻ ചുരുക്കുകയാണ്. ഇൽമിന്റെ അഹ്ലുകാരായതുകൊണ്ട് ഇൽമിന്റെ വഴിക്ക് നീങ്ങിയവരായതുകൊണ്ട് ഇൽമുമായിട്ടുള്ള ചെറിയൊരു വിശദീകരണം മാത്രം നമുക്ക് കാണുന്ന ആയത്ത് അതാണ് ഗസാലി ഇമാം ഇൽമിന്റെ മഹത്വം വിവരിക്കാൻ വേണ്ടി കുറെ ആയത്തുകൾ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യമായി കൊണ്ടുവന്ന ആയത്തതാണ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വഉലുൽ ഇൽമി ഖായിമുൻ ബിൽ ഖിസ്ത്. ഷഹിദല്ലാഹു അല്ലാഹു സാക്ഷിയാണ്. ഇതിന് അല്ലാഹു സാക്ഷി അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഹഖായ മഅബൂദ് ഈ ലോകത്ത് അവൻ മാത്രമാണ് എന്നതിന് ഒന്നാമത്തെ സാക്ഷി അല്ലാഹു തന്നെയാണ്. ഈ ലോകത്ത് ഹഖായ മഅബൂദ് അല്ലാഹു മാത്രമാണ് എന്നതിന് ഒന്നാമത്തെ സാക്ഷി അല്ലാഹു തന്നെയാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. രണ്ടാമത് അല്ലാഹു അവന്റെ ഏകത്വത്തിന്റെ മുന്നിൽ സാക്ഷികളായി തെരഞ്ഞെടുത്തത് മലായിക അല്ലാഹുവിന്റെ മലക്കുകൾ. അല്ലാഹു ഹഖായ മഅബൂദാണ് എന്നതിന്റെ രണ്ടാമത്തെ സാക്ഷികൾ അല്ലാഹുവിന്റെ മലക്കുകളാണ് എന്ന് അല്ലാഹു പറഞ്ഞു. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തിന്റെ മേലിൽ സാക്ഷികളായി തെരഞ്ഞെടുത്തത് ഈ സമുദായത്തിലുള്ള ആലിമീങ്ങൾ, ഇൽമിന്റെ അഹ്ലുകാർ, ഇൽമുമായി അവരാണ്. ഈ ആയത്ത് ഇമാം ഗസാലി തങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിന് ശേഷം മുമ്പ് പറയുന്ന ഇൽമിന്റെ അഹ്ലുകാരുടെ ബഹുമാനം മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി. അല്ലാഹു ഹഖായ മഅബൂദാണ് എന്നതിന്റെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് അല്ലാഹുവിനെ തന്നെ തീരുമാനിച്ചു. രണ്ടാമത്തെ സാക്ഷികളായിട്ട് അല്ലാഹു തീരുമാനിച്ചത് മലായികത്തിനെയാണ്. മൂന്നാമത്തെ സാക്ഷികളായി അല്ലാഹു തീരുമാനിച്ചത് തെരഞ്ഞെടുത്തത് ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങളെ. ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി എന്ന് ഇമാം ഗസാലി തങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നതായി നമ്മളൊക്കെ കണ്ടതാണ്. ഏതായിരുന്നാലും ആ നിലക്കുള്ള ആ യഥാർത്ഥ ഇൽമിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകണം.